ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോൾവ് ഫോർ എക്സ്. ഇതിനകത്ത് നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്യണം. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? 2 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 3 മൈനസ് 7 ഇൻറ്റു എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എൽ സി എം എടുക്കണം അല്ലേ? അപ്പോൾ എൽ സി എം എന്ത് വരും? എൽ സി എം എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 വരും എൽ സി എം. അപ്പോൾ ഞാൻ ആദ്യം ഡിനോമിനേറ്റർ ഇവിടെ അങ്ങ് എഴുതുന്നു. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഇതാണ് നമ്മുടെ എൽ സി എം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ന്യൂമറേറ്ററിൽ ഒരു എക്സ് മൈനസ് 1 കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 മൈനസ് 7 ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്റർ ഇതാകണമെങ്കിൽ എന്തുകൂടി ഇട്ട് കൊടുക്കണം? എക്സ് പ്ലസ് 3യും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു 5. ഇനി ഞാൻ ഇതിനെ ഈ ഡിനോമിനേറ്ററിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതെന്താ? 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഈസ് എക്സ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ മൈനസ് 7 ഇൻറ്റു എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. 2 ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 മൈനസ് 7 ഇൻറ്റു ഇവിടെ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3 അപ്പം 6x പ്ലസ് 9 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു -1 ദാറ്റ് ഈസ് നെഗറ്റീവ് എക്സ്. നെഗറ്റീവ് എക്സും ഈ 3x കൂടെ എന്താവും? പ്ലസ് 2x. 3 ഇൻറ്റു -1 ഈസ് -3. ഇനി നമ്മളിവിടെ ഈ ബ്രാക്കറ്റുകളെല്ലാം ഓപ്പൺ ആക്കുന്നു. അപ്പോൾ എന്താവും? 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് 2x മൈനസ് 2 ഇൻറ്റു 2 4x പ്ലസ് 2 മൈനസ് 7x സ്ക്വയർ മൈനസ് 7 ഇൻറ്റു 6 42x minus 7 into 9 63 is equal to 5x square plus 10x minus 15. ഇനി ഇതിനെല്ലാം നമ്മൾ ഈക്വൽസിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 2x സ്ക്വയറും നെഗറ്റീവ് 7x സ്ക്വയറും കൂടെ എന്താകും? നെഗറ്റീവ് 5x സ്ക്വയർ ആവും. ഇത് രണ്ടും കൂടെ നെഗറ്റീവ് 46x ആവും. ഇത് രണ്ടും കൂടെ നെഗറ്റീവ് 61 മൈനസ് 5x സ്ക്വയർ മൈനസ് 10x പ്ലസ് 15 ഇസ് ഈക്വൽ ടു 0. ഇനി ഇത് രണ്ടും കൂടെ എന്താവും? നെഗറ്റീവ് 10x സ്ക്വയർ പിന്നെന്താ ഉള്ളത്? ഇതാ ഇത് രണ്ടും കൂടെ നെഗറ്റീവ് 56x. ഇത് രണ്ടും കൂടെ എന്താവും? 40 നെഗറ്റീവ് 46 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ ഇല്ലാതെ നമുക്ക് എഴുതാം. അപ്പോൾ ഒരു നെഗറ്റീവും കൊണ്ട് നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താവും? 10x സ്ക്വയർ പ്ലസ് 56x പ്ലസ് 46 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എക്സ് സ്ക്വയറിന് കോഎഫിഷ്യൻ്റ് ആയിട്ട് 10 ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയറിന് കോഎഫിഷ്യൻ്റ് ഉള്ളത് കൊണ്ട് ആ 10ഉം 46ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതായിരിക്കണം നമുക്ക് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണം. എക്സ് സ്ക്വയറിന് കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അത് ഈ ലാസ്റ്റിലുള്ള ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ 460 കിട്ടും. അതായത് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 460 കിട്ടണം. ആ നമ്പേഴ്സ് തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 56ഉം കിട്ടണം. ഏതൊക്കെ എടുക്കാം? നമുക്ക് 46ഉം 10ഉം എടുക്കാം അല്ലേ? 46 പ്ലസ് 10 56. 46 ഇൻറ്റു 10 460 അല്ലേ? അപ്പോൾ എന്തെഴുതാം? 10x സ്ക്വയർ പ്ലസ് 10x പ്ലസ് 46x പ്ലസ് 46 ഈസ് ഈക്വൽ ടു 0. അതായത് 56xനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി. ഇനി ഈ രണ്ടെണ്ണത്തിൽ നിന്ന് കോമൺ എടുക്കണം. എന്തൊക്കെ കോമൺ എടുക്കാം?
10x കോമൺ എടുക്കാം. ബാക്കി എക്സ് പ്ലസ് 1. ഇവിടുന്ന് നമുക്ക് 46 കോമൺ എടുക്കാം. അപ്പോൾ ബാക്കി എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എക്സ് പ്ലസ് 1 കോമൺ എടുക്കുന്നു. ബാക്കി എന്തൊക്കെ വരും? 10x പ്ലസ് 46 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ -1. 10x പ്ലസ് 46 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? -46/10. ഇതിനെ ഒന്നുകൂടെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ 2 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം -23/5 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 കിട്ടി, -23/5 കിട്ടി.